ഹായ്, എൻ്റെ പേര് ഷൈമ. ഞാൻ ഈ കഴിഞ്ഞ നവംബർ 6 സൗദി SPLE എക്സാം ക്ലിയർ ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് താങ്ക്സ് ടു ആൾ മെഡ്വെഞ്ചർ ടീംസ് ആൻഡ് മൈ മെൻറ്റർ ജലീൽ മാം. എൻ്റെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എക്സാം 2 പാർട്ടായിട്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പാർട്ട് വെരി ഈസി ആയിരുന്നു. ഫസ്റ്റ് പാർട്ട് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 20 മിനിറ്റ് പോലും എനിക്ക് ടൈം ബാക്കിയുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് ഒരു ആവറേജ് ടൈപ്പ് ആയിരുന്നു. എനിക്കൊരു 20 to 30 കാൽക്കുലേഷൻ വന്നിരുന്നു. എല്ലാം സിമ്പിൾ ക്രോസ് മൾട്ടിപ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നോൺ ഫാർമക്കോളജി ഭാഗത്തു നിന്നും സൗദിൻ്റെ കുറച്ച് റൂൾസൊക്കെ പറഞ്ഞു, ആ ഭാഗത്തു നിന്നും കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഞാൻ പഠിച്ച രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം തന്നെ ആൻഡോ സാറിൻ്റെ ബേസിക് ക്ലാസ്സസ് കേട്ട് തുടങ്ങി. എനിക്ക് ക്ലാസ്സസ് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാനപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് പറഞ്ഞതൊക്കെ ഫുള്ളായിട്ട് കേട്ടു. പിന്നെ എല്ലാ ക്ലാസ്സിൻ്റെയും ശേഷം വരുന്ന മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തു. അത് സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വെച്ചു, അത് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന മോക്ക് ടെസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ആ മോക്ക് ടെസ്റ്റ് എടുത്തെടുത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. അത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് നോക്കി. ഇമ്പോർട്ടൻറ്റ് ഫയൽസ് അതുപോലെ ഒരു പേപ്പറിൽ എഴുതി, അതും റിപ്പീറ്റ് ചെയ്ത് ചെയ്തു. അതുപോലെ കാൽക്കുലേഷൻസും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫയൽസിൽ എല്ലാ ഫയൽസും എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ഡേറ്റ് എടുത്തതിന് ശേഷം റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിരുന്നു. അത് നല്ല ഹെൽപ്പായി. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാൻ ഹെൽപ്പായി. ടൈം മാനേജ് ചെയ്യാനും നമ്മൾ ആ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ അത് നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. ഇനി എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഫയൽസ്, അതുപോലെ മോക്ക് ടെസ്റ്റ്, കാൽക്കുലേഷൻസ്, റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് പാസ്സാകാം. ബെസ്റ്റ് ഓഫ് ലക്ക്.